പാലക്കാട്. കഴിഞ്ഞ ദിവസം ആയില്യ തൊഴാൻ ഒരു സുഹൃത്തിനൊപ്പം പോയ യാത്രയുടെ ഇടയിൽ കാവിൽപ്പാടെന്ന സ്ഥലത്ത് ചെറിയൊരു ചായ കുടിക്കാനായി വഴിയോട് ചേർന്നിരുന്ന ഒരു ഷീറ്റ് മേഞ്ഞ കടയിലേക്ക് ഞങ്ങൾ ചെന്നു. ആദ്യം കണ്ടപ്പോഴേ പുകമഞ്ഞ് നിറഞ്ഞ അടുക്കളയും പാഴായ മൂടിയുമുള്ള ആ കട ചായയ്ക്കുള്ള മനസ്സ് തന്നെ കുറച്ചു. പക്ഷേ അടുപ്പിനരികിൽ പൊങ്ങി നിന്ന ചൂടൻ ഇഡ്ഡലിയുടെ വാസന വയറിൽ നിന്നു നേരെ ഹൃദയത്തിലേക്ക് വരികയായിരുന്നു. അവിടെ നിന്നിരുന്ന മനുഷ്യൻ തമിഴ് ചുവയുള്ള മലയാളത്തിൽ, ഇടവേളയില്ല മക്കളെ, കാത്തിരിക്കുക, ഇപ്പോൾ തന്നെ ഇഡ്ഡലി റെഡിയാകും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉള്ളിലേക്ക് വിളിച്ചു. 10 മിനിറ്റിന് ശേഷം ചൂടോടെ ഇഡലിയും ചമ്മന്തിയും ഓടിയെത്തിവച്ച ചമ്മന്തിപ്പൊടിയും. അതായിരുന്നു നമ്മുടെ ഭോജനം. ഭക്ഷണം മാത്രമല്ല, അതിഥി സ്നേഹവും മനുഷ്യസ്നേഹവും ഇന്നും നിലനിൽക്കുന്ന തനിമയുടെ ഒരു ഓർമ്മപ്പെടുത്തലും. ഭക്ഷണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എടുത്തുകൊണ്ടുവന്നത് പഴക്കം ചെന്നൊരു വാർത്തക്കുറിപ്പ്. 2015 കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനം നേടിയവൻ ഈ ചെറിയ ചായക്കടയിലെ ഈ മനുഷ്യനാണെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ മിണ്ടാതായി. അദ്ദേഹത്തിന്റെ പേര് സേതുമാധവൻ. നാട്ടുകാർക്ക് സ്നേഹത്തോടെ സേതുവെട്ടൻ. ഭാഗ്യം അദ്ദേഹത്തെ തേടി വന്നിട്ടും ജീവിതം മാറ്റിയില്ല. 35 വർഷങ്ങൾ മുമ്പ് തുടങ്ങിയ ഈ ചായക്കട ഇന്നും അതേ ലാളിത്യത്തിൽ. അദ്ദേഹത്തിന് ഒരേ ഒരു മകൻ ഫോറസ്റ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരിക്കൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പോലും ഈ ചെറിയ ചായക്കടയിൽ എത്തിപ്പോയിട്ടുണ്ട്. മാറ്റങ്ങൾ കൈമാറാതെ തുടരുന്ന മനുഷ്യരുടെ കഥകൾ, അവയിൽ ഒരാളാണ് സേതുവെട്ടൻ. ജീവിതം പല വഴികളിലൂടെ നടക്കുമ്പോഴും അദ്ദേഹം തുടരുന്നത് ഈ അടുപ്പിന്റെ തീപ്പൊരി ചൂടിലും ഈ ചായയുടെ സ്നേഹത്തിലും. ഭാഗ്യം കൊണ്ടവരല്ല, ഭാഗ്യം പങ്കുവെക്കുന്നവരാണ് മഹത്തായവർ. അദ്ദേഹത്തെ കണ്ട ആ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് മാത്രമല്ല, ഒരു വലിയ ഹൃദയം ഞങ്ങളുടെ മുന്നിൽ തുറന്നു കാണുകയുമായിരുന്നു.